താങ്ക് യു. വന്യ ശ്രേഷ്ഠരായിരിക്കുന്ന ആലമൂരിൽ റവറൻഡ് ഡോക്ടർ എ പി എബ്രഹാം അച്ഛന്, റവറൻഡ് ഫാദർ സി എ തോമസ് ചന്ദ്രനിൽ അച്ഛന്, റവറൻഡ് ഫാദർ പുന്നൂസ് എബ്രഹാം കല്ലമ്പറമ്പിൽ അച്ഛന്, റവറൻഡ് ഫാദർ ചാക്കോ പുന്നൂസ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ റവറൻഡ് ഡീക്കൻ അജീഷ് പടയാട്ട്, പ്രഭാവനായി അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഞാനിപ്പോൾ അച്ഛന്മാരുടെ പേര് ഇവിടെ വായിച്ചത് ഏതെങ്കിലും കാരണവശാൽ കുഞ്ഞവറാച്ചന്റെ യൂട്യൂബിൽ ഏതെങ്കിലും അച്ഛൻ വിട്ടുപോയാൽ ഇപ്പം എല്ലാവർക്കും അറിയാൻ വേണ്ടി കിട്ടുമ്പോ എല്ലാവരും കൂടെ ഒന്നിച്ച് കിട്ടും. പാവപ്പെട്ട ആലമൂട്ടിലെ എല്ലാം കൂടെ കുരിശിക്കാതെ ഒന്നിച്ചായിക്കോട്ടെ എന്ന് വിചാരിച്ച. എന്തായാലും മലങ്കര ശ്രീയാണി ജ്ഞാനായ അധിപദ്രാസനത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പാരമ്പര്യമുണ്ട്. അതിശക്തമായ ഭരണഘടനയും നാം ഈ 4 പത്രാച്ചന്മാരെയും തിരഞ്ഞെടുത്തപ്പോൾ അസോസിയേഷൻ കൂടിയാണ് തിരഞ്ഞെടുത്തത്. നമുക്ക് ഒരുപാട് തർക്കങ്ങൾക്ക് അവകാശമില്ല. ഓരോരുത്തരെയും തിരഞ്ഞെടുത്തപ്പോൾ ആ അസോസിയേഷന്റെ മിനിറ്റ്സിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളവരാരാണ്. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് വായിച്ചപ്പോഴും പരിശുദ്ധ പാത്രിക്കീസ് ബാവ തിരുമനസ്സുകൊണ്ട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വലിയ മെത്രാപ്പോലീത്ത ആരാണ്, സഹായ മെത്രാപ്പൻ ആരാണെന്ന് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. നാം ഈ മെത്രാപ്പന്മാരെയൊക്കെ വാഴിച്ചത് ഈ സമുദായത്തിന്റെ ഉന്നതിക്ക് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി. ആരെങ്കിലും തമ്മിൽ വിരോധമുണ്ടെങ്കിൽ അവരെ സംയോജിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ മെത്രാച്ചന്മാരെയൊക്കെ ആക്കി. എന്നാല് അമേരിക്കയിലെ കാര്യം വ്യക്തമായിട്ട് പറയാൻ, അമേരിക്കയുള്ളതായ ജ്ഞാനായക്കാര് വളരെയേറെ സ്നേഹത്തിലും സന്തോഷത്തിലും ഒരു ചരടിൽ കോർത്ത മാല പോലെ കഴിഞ്ഞിരുന്ന ആളുകളാണ്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കൂടി മെത്രാപ്പോലീത്ത വന്നു. ഞങ്ങളുടെ എല്ലാ പള്ളികളും വഴക്കില്ലാത്ത ഒരു പള്ളി പോലും ഇന്ന് ബാക്കി. ഞാൻ പള്ളിയിൽ പൊതുയോഗത്തിന് ചെന്നിരിക്കുമ്പോൾ എനിക്ക് മെത്രാച്ചനെതിരായിട്ട് പറയാൻ പാടില്ല. എന്റെ സഹോദരൻ വീർപ്പ് മുട്ടിയായിരിക്കുന്നത് ഞാനിന്ന് ഇറങ്ങിയിട്ട് വേണമെന്ന് ഇളകാൻ. അങ്ങനെ എന്ത് ബുദ്ധിമുട്ടുകളാണ് സഹോദരന്മാർ തമ്മില്, ജ്യേഷ്ഠാനുജന്മാരുടെ ഭാര്യമാര് തമ്മില്, ജ്യേഷ്ഠാനുജന്മാരെ കിട്ടിയ ഭർത്താക്കന്മാർ തമ്മില്. ഞങ്ങളൊക്കെ ഒരുപാട് കണ്ടാൽ മിണ്ടാത്ത അകലത്തിലേക്ക് പോയി. ഇപ്പോൾ ഞാൻ വളരെ ഭയന്ന് അവിടെ നിൽക്കുന്ന കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. മെത്രാച്ചന്മാർ കൊടുക്കുന്നതാണ്. അത് എന്റെ ബന്ധുമിത്രാദികൾ വഴിയെ എനിക്ക് കിട്ടുന്നുണ്ട്. എന്നോട് പറഞ്ഞു, അച്ഛനോട് പറയണം ഇനി പ്രസംഗിക്കരുത്. ഗ്രിഗോറിയോസ് തിരുമേനി മിക്കവാറും വിളിച്ചു പറഞ്ഞു. അച്ഛൻ ആ സംഗമത്തിനെങ്ങാനും പോയാൽ പോകുന്ന എല്ലാ അച്ഛന്മാരെയും മുടക്കും. എന്നാല് തമ്പിയച്ഛനെ മുടക്കത്തില്ല. തമ്പിയച്ഛനെ ചെയ്യുന്ന അയാളുടെ പട്ടം ഞങ്ങളങ്ങ് അഴിക്കുമെന്നു. അപ്പൊ എനിക്കറിയാൻ പാടില്ല ഈ മുടക്കും അഴിക്കലും നമ്മൾ ആലമൂട്ടത്തിന് അറിയാനില്ല. അപ്പൊ ഞാൻ ഒത്തിരി ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായി, നമ്മളൊരു സാധനം ചരട് വെച്ച് കെട്ടിയാല് അവസാനം അതിന്റെ അറ്റമൊക്കെ മുറിച്ചു കളയും. പിന്നെ ആ ചരട് കഴിക്കാൻ പിന്നെ 2ാമത് കെട്ടാനൊക്കെ എത്തത്തില്ല. അതുകൊണ്ടായിരിക്കും എന്റെ അങ്ങ് അഴിച്ചു കളഞ്ഞ പിന്നെ എന്നേക്കുമായി പോകുമ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു, അത് അന്ത്യോക്യ പാത്രീസിനെ കൊണ്ട് ചെയ്യിക്കുന്നു. ഞങ്ങളൊന്നും പിന്നെ ഞങ്ങളുടെ അടുത്ത് കരയാൻ തരരുത്, ഞങ്ങൾ വിചാരിച്ചു ഒന്നും നടക്കും. ഞാൻ പറഞ്ഞു, പരിശുദ്ധ അന്ത്യോക്യ പാത്രീസിന് ഈ പാവം പിടിച്ച തമ്പിയച്ഛനെ അഴിക്കുന്നു. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞ് അഴിപ്പിക്കുക, നമ്മുടെ ഈയുടെ പട്ടവന്റെ ജന്മാച്ചനെ അഴിപ്പിച്ചതുകൊണ്ട്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ല. ഒരു കാര്യം ചെയ്യും, ഈ വധശിക്ഷയ്ക്ക് വിധിച്ചവർക്ക് ഒരവകാശമുണ്ട്, അവന്റെ അവസാനത്തെ ഒരാഗ്രഹം. അപ്പൊ എന്റെ അവസാനത്തെ ഒരാഗ്രഹമാണ്, ഞാനൊരു ജ്ഞാനായക്കാരനായതുകൊണ്ട് ജ്ഞാനായക്കാര് മെത്രാച്ചന്മാർ തന്നെ എന്നെ മുടക്കുന്നത് എനിക്ക് ഇഷ്ടം.
അങ്ങനെ നിങ്ങൾ 3 or 4 പേര് ഒന്നിച്ചു കൂടി വന്ന് എന്നെ ഈ കേട്ടാൻ കഴിയും. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോ ഈ പുരാണത്തിലെ ഒരു കഥയാണ് ഓർമ്മ. പഞ്ചപാണ്ഡവന്മാരെ അവഹേളിക്കുവാൻ വേണ്ടി അവരുടെ ഏകപത്നിയായ പാഞ്ചാലിയുടെ ചേലയടിക്കാൻ ഒരു കൂട്ടത്തിൽ തീരുമാനിച്ചു. അപ്പൊ അവര് ചേലയെ പിടിച്ച് വലി തുടങ്ങി. ചേല വലിക്കുന്നതനുസരിച്ച് ചേലയ്ക്ക് നീളം കൂടിക്കൊണ്ട് എന്ത് ചെയ്താലും ഇവിടെ നഗ്നനാക്കാനുണ്ട്. ഞാൻ ഈ കൊച്ചി മദ്രാജന്മാരോട് പറയുകയാണ്, അങ്ങനെ ഈ കെട്ടഴിക്കാൻ വന്നാൽ ഇത് പുണ്യസോഹനായ ക്ലീനീസ് തിരുമേനിയുടെ കൈവച്ചതാണ്. ഇത് നിങ്ങൾ അഴിക്കും തോറും മുറിയിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ കൈ ഉടുക്കാതെ നോക്കുന്നത് നല്ലതാണ്. ഞാൻ ഒരുപാട് പറയുന്നില്ല. ഇപ്പോ പെട്ടെന്ന് ഞങ്ങൾക്ക് പോകണം. കാരണം ഞാൻ ഈ കല്ലപ്പറമ്പിലത്തിൻ്റെ കൂടെ വന്ന് മുടക്കുമല്ല വന്ന പുള്ളിയെ തിരിച്ചു കൊണ്ടുപോകും. മുടക്കി അതിനെ വണ്ടിയെ കയറ്റിയ കല്ലപ്പറമ്പലത്തിനെ മുടക്കും. അതുകൊണ്ട് ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് പറയില്ല. പണ്ട് ഞാൻ തൃശ്ശൂരാ വളർന്നത്. അവിടെ ഒരുപാട് ബ്രാഹ്മിൺസ് ഉണ്ട്. അവർക്ക് ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമുണ്ട്. അപ്പൊ അവർക്ക് ഇതെല്ലാം കൃഷി ചെയ്ത് കൊണ്ടു നടക്കാനൊക്കത്തില്ല. അപ്പൊ അവർ കുറെ ആളുകളെ വിളിച്ചിട്ട് 10-25 ഏക്കർ സ്ഥലം വെച്ച് പാട്ടത്തിന് കൊടുക്കും. പാട്ടത്തിന് കൊടുത്ത് 2-3 വർഷമൊക്കെ പാട്ടം കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു പാട്ടം കൊടുക്കത്തില്ല, സ്ഥലവും കൊടുക്കും. ചോദിക്കാൻ ചെന്ന തല്ലിക്കൊല്ലാതെ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ പാവപ്പെട്ട വലിയ തിരുമേനിക്ക് സംഭവിച്ചത്. അദ്ദേഹം കല്ലിശ്ശേരിയും റാന്നിയും അമേരിക്കയും ഒക്കെ പാട്ടത്തിന് കൊടുത്തു. ഇപ്പൊ ആ പാട്ടത്തിന് കൊടുത്തവർ പാട്ടവും കൊടുക്കുകയില്ല, സ്ഥലവും കൊടുക്കുകയില്ല, കാണാൻ വന്ന തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞു. എന്നാല് ആ കൊച്ചു തിരുമേനിമാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരു ദിവസം തിരുമേനി കൊച്ചൊന്നുമല്ലത്. ഈ പാട്ടം കൊടുത്ത സ്ഥലം തിരിച്ചു പിടിച്ച് അതിന്റെ ഉടമസ്ഥനായ സേവേറിയോസ് വലിയ മെത്രായെ തിരിച്ചേൽപ്പിക്കുവാൻ ചങ്കുറപ്പും ചങ്കൂറ്റവുമുള്ള ജ്ഞാനായക്കാര്, ചുറുചുറുക്കുള്ള ജ്ഞാനായക്കാർ ഈ സമുദായത്തിലുണ്ടെന്ന് ശക്തമായി ഓർമ്മിക്കുവാൻ ഈ അവസരം ഞാൻ Thank you very much.